കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ഹാഗറിൻ്റെ സ്വന്തം ദേശം എവിടെ? ഉത്തരം മിസ്രയീം. അടുത്ത ചോദ്യം, സാറയുടെ മിസ്രയീം ദാസിയുടെ പേര് എന്ത്? ഉത്തരം ഹാഗർ. അടുത്ത ചോദ്യം, സാറായി എത്ര വർഷത്തിന് ശേഷമാണ് ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തത്? ഉത്തരം 10 വർഷം. അടുത്ത ചോദ്യം, അബ്രഹാം ഹാഗറിനെ ഭാര്യയായി എടുത്തത് ഏത് ദേശത്ത് വച്ചാണ്? ഉത്തരം കനാൻ ദേശം. അടുത്ത ചോദ്യം, ഹാഗറിൻ്റെ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിത ആയത് എപ്പോൾ? ഉത്തരം അവൾ ഗർഭം ധരിച്ചപ്പോൾ. അടുത്ത ചോദ്യം, ഹാഗർ സാറയെ വിട്ടു പോയത് എപ്പോൾ? ഉത്തരം കാഠിന്യം തുടങ്ങിയപ്പോൾ. അടുത്ത ചോദ്യം, യജമാനത്തി കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയ ദാസി ആര്? ഉത്തരം ഹാഗർ. അടുത്ത ചോദ്യം, ആദ്യമായി ദൈവദൂതൻ പ്രത്യക്ഷയായ സ്ത്രീ ആര്? ഉത്തരം ഹാഗർ. അടുത്ത ചോദ്യം, യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിപ്പാൻ ദൂതൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഹാഗറിനോട്. അടുത്ത ചോദ്യം, ഇശ്മായേൽ എന്ന പേര് കൊടുത്തത് ആര്? ഉത്തരം ദൈവത്തിൻ്റെ ദൂതൻ. അടുത്ത ചോദ്യം, ഹാഗറിൻ്റെ മകൻ്റെ പേര്? ഉത്തരം ഇശ്മായേൽ. അടുത്ത ചോദ്യം, ആരുടെ കൈയാണ് എല്ലാവർക്കും വിരോധമായിരിക്കുന്നത്? ഉത്തരം ഇശ്മായേലിൻ്റെ. അടുത്ത ചോദ്യം, കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യൻ ആര്? ഉത്തരം ഇശ്മായേൽ. അടുത്ത ചോദ്യം, സകല സഹോദരന്മാർക്കുമെതിരെ പാർക്കുന്നവൻ ആര്? ഉത്തരം ഇശ്മായേൽ. അടുത്ത ചോദ്യം, ഇശ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 86. ഇപ്പോൾ ചോദിച്ച എല്ലാ ചോദ്യോത്തരത്തിനും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് 17-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.